സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുവാൻ പോകുന്ന മണ്ഡലങ്ങൾ പയ്യന്നൂർ, കാഞ്ഞങ്ങാട്. ആദ്യമേ നമുക്ക് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. 2021 തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ ഏകദേശം 61% വോട്ട് വിഹിതം നേടി ജയിച്ച ഒരു മണ്ഡലമാണ്. ഇവിടെ UDFന് 35%, NDAയുടെ KK ശ്രീധരന് 4.5% വോട്ടുമാണ് ലഭിച്ചത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിലെ ഓരോ പാർട്ടികൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പ്രതികരണങ്ങൾ ഏവയെന്ന് നമുക്ക് നോക്കാം. LDFനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അനുകൂലവും പ്രതികൂലവുമായ ജനങ്ങളുടെ ഇടയിലെയുള്ള പ്രതികരണങ്ങൾ ഏകദേശം ഒപ്പമായി തന്നെ നിലനിൽക്കുകയാണ്. അത് വളരെ കൂടുതലുമാണ്. എന്നാൽ UDFനെയും NDAയെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ഇടയിലുള്ള സംസാരങ്ങൾ LDFുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. NDAയുടെ കേസിൽ പ്രതികൂലമായിട്ടുള്ള അഭിപ്രായങ്ങൾ അല്പം അനുകൂല അഭിപ്രായങ്ങളെ കഴിഞ്ഞും അല്പം കൂടുതലുമാണ്. വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന 5 പ്രധാന ഘടകങ്ങൾ, ഈ ഓരോ ഘടകങ്ങളിലും ഓരോ പാർട്ടികളിലും എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ 5 ഘടകങ്ങൾ: 1, പ്രാദേശിക വികസനത്തിന് ഓരോ പാർട്ടിയും നൽകുന്ന പ്രാധാന്യം; യുവജന പിന്തുണ; വോട്ടർമാരിലെ വിശ്വാസ്യത; നേതൃപാടവം; സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം. പ്രാദേശിക വികസനത്തിൽ LDF ആണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2-ാം സ്ഥാനത്ത് UDF. യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും ഇതേ സന്തുലിതാവസ്ഥ തന്നെ നിലനിൽക്കുകയാണ്. NDA ഈ 5 ഘടകങ്ങളിലും 3-ാം സ്ഥാനത്താണ് ഈ മണ്ഡലത്തിൽ. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1-ാം സ്ഥാനത്തും LDF 2-ാം സ്ഥാനത്തുമാണ്. ഈ ഘടകങ്ങളെയെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് വിശകലനം ചെയ്യുമ്പോൾ പയ്യന്നൂർ നിയമസഭാ മണ്ഡലം ആര് നേടും എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ LDFന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. LDF ഏകദേശം 61% വോട്ട് വിഹിതം നേടുവാനാണ് സാധ്യത. UDF 35%, NDA 4.5% തന്നെ തുടരുകയാണ്. ഇനി നമുക്ക് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലേക്ക് പോകാം. 2021 കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ചന്ദ്രശേഖരൻ LDF സ്ഥാനാർത്ഥി, അദ്ദേഹം 57% വോട്ട് വിഹിതമുണ്ടായിരുന്നു. 2-ാം സ്ഥാനത്ത് വന്ന UDF സ്ഥാനാർത്ഥി സുരേഷിന് 33%, NDAയുടെ ബൽരാജിന് ഏകദേശം 5% വോട്ടുമായിരുന്നു ലഭിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വോട്ടർമാരുടെ ഇടയിലെ അഭിപ്രായങ്ങളുടെ തോത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഏകദേശം എല്ലാ പാർട്ടികൾക്കും തത്തുല്യമായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. UDF അനുകൂല അഭിപ്രായങ്ങളിൽ അല്പം മുമ്പിട്ട് നിൽക്കുകയാണ്. എന്നാൽ LDFന്റെ കാര്യത്തിൽ പ്രതികൂല അഭിപ്രായങ്ങൾ അല്പം മുകളിലാണ്. എന്നാൽ NDAയുടെ കാര്യത്തിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഒരേപോലെയാണ്. നാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ ഓരോ ഘടകത്തിലും ഈ പാർട്ടികൾ ഓരോന്നും എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രാദേശിക വികസനത്തിൽ ജനങ്ങൾ 1-ാം സ്ഥാനം നൽകുന്നത് LDFനാണ്, 2-ാം സ്ഥാനം UDFനും. യുവജന പിന്തുണയുടെ കാര്യത്തിൽ NDA ആണ് 1-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്, 2-ാം സ്ഥാനത്ത് LDF. വോട്ടർമാരുടെ വിശ്വാസ്യതയിൽ
LDF ഒന്നാം സ്ഥാനത്തും UDF രണ്ടാം സ്ഥാനത്തുമാണ്. എന്നാൽ നേതൃപാടവത്തിൽ LDF വീണ്ടും ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ തന്നെയും NDA രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF ഒന്നാം സ്ഥാനത്തും LDF രണ്ടാം സ്ഥാനത്തുമാണ്. ഈ സാഹചര്യങ്ങളെ സെമിയോട്ടിക്കയുടെ AI ഇന്റലിജൻസ് വെച്ച് വിശകലനം ചെയ്യുമ്പോൾ കാഞ്ഞങ്ങാട് മണ്ഡലം ആര് ജയിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ LDFന് ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻതൂക്കം. അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പള്ളിൽ 46% വോട്ട് വിഹിതം നേടുവാനാണ് സാധ്യത. UDFന് 40%, NDA 14% വോട്ട് വിഹിതം നേടുവാൻ സാധ്യതയുണ്ട്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നിടം വരെ സൈനിങ് ഓഫ്. ബൈ.